എല്ലാം തരാം. പുണ്യ നബിയെ കാണിച്ചു തരും. നിങ്ങൾ കയ്യിൽ മൊബൈൽ ഫോൺ തന്നാൽ നബിനെ കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ മൊബൈൽ ഫോണോ? അതൊന്നും ആവില്ല. നമ്മളങ്ങനെയൊക്കെയല്ലേ ചിന്തിക്കുന്നുള്ളൂ. അതിനപ്പുറത്തേക്ക് നിങ്ങളുടെ സമ്പത്തും വീടും ഒക്കെ ഇങ്ങോട്ട് എഴുതിത്താ എന്നാ റസൂലുള്ളാഹിനെ കാട്ടിത്തരാം എന്ന് പറഞ്ഞാൽ നമ്മൾ ഹബീബിനെ കാണാൻ കൊതിക്കുമോ? അങ്ങനെ ഉണ്ടെങ്കിൽ തങ്ങളാ പറഞ്ഞ ഹദീത്തിൽ പറഞ്ഞവർ ഈ സദസ്സിലുണ്ട് എന്നതിനർത്ഥം. എല്ലാം തരാം, എനിക്ക് ഹബീബിനൊന്ന് കണ്ടാൽ മതി. അങ്ങനെയൊക്കെ സ്നേഹിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്നുണ്ടോ? طوبى لعينين رأتا رسول الله. ഹബീബായ നബിയേ അങ്ങയെ കാണാൻ ഞങ്ങളെ കൊണ്ടായില്ല നബിയേ. അങ്ങയെ കണ്ട 2 കണ്ണുകളെയാണ് ഞങ്ങൾ കാണുന്നത്. ആ കണ്ണുകളുടെ ഭാഗ്യമേ എന്ന് പറഞ്ഞ് അബൂദർദാ റളിയല്ലാഹു അൻഹുവിന്റെ നെറ്റിയിൽ ഉമ്മ വെക്കുന്ന താബിഈങ്ങൾ. പുണ്യനബിയെ ഒന്ന് കാണണം, ഹബീബിനെ കാണുകയാണെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യും എന്ന് ചോദിച്ചപ്പോ ഹബീബായ നബി തങ്ങളെ എനിക്ക് കണ്ടുകിട്ടുകയായിരുന്നുവെങ്കിൽ അവിടുത്തെ നെറ്റിത്തടത്തിൽ ഞാൻ ഉമ്മ വെച്ച് എന്റെ ഹബീബിനെ വാരിപ്പുണരുമായിരുന്നു എന്ന് മറുപടി കൊടുത്ത താബിഈങ്ങളുണ്ട്. ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു അടക്കമുള്ളവരെ ഹബീബിനെ കാണാൻ കൊതിയാവണം. നമുക്ക് അല്ലാഹു മനാമിൽ ഹബീബിനെ കാണിച്ചു തരട്ടെ. നാളെ യഖ്ളത്തിലും അല്ലാഹു കാണിച്ചു തരട്ടെ. മൻ റആനി ഫിൽ മനാമി ഫസയറാനി ഫിൽ യഖ്ള. സ്വപ്നത്തിൽ ഹബീബിനെ കണ്ടവർക്ക് അതിനനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തിയവർ അവർക്ക് അല്ലാഹു നാളെ ഹബീബിനെ ജീവനോടെ ഹബീബിന്റെ പരിശുദ്ധമായ ശരീരം കാണിച്ചു കൊടുക്കുമെന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ഹബീബിനെ കൊല്ലാൻ നടന്നൊരു കാലഘട്ടം കഴിഞ്ഞുപോയി. ജാഹിലിയത്തിന്റെ ഒരു കാലം, മദ്യപാനത്തിന്റെ കൊലപാതകത്തിന്റെ കാലം. അന്ന് ഹബീബിനെ കിട്ടുകയാണെങ്കിൽ ഞാൻ കൊല്ലുമായിരുന്നു മോനെ, പക്ഷേ അല്ലാഹു എന്നെ രക്ഷപ്പെടുത്തി. ഞാൻ അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ ലകുൻതു മിൻ അഹ്ലിന്നാർ, ഞാൻ നരകവാസിയായി മാറുമായിരുന്നു മോനെ. അല്ലാഹു എന്നെ രക്ഷപ്പെടുത്തി. ആ ഒരു കാലം കഴിഞ്ഞു, ഞാൻ രക്ഷപ്പെട്ടു. രണ്ടാമത്തേത് പുണ്യനബിയോട് സ്നേഹവും എന്തെന്നില്ലാത്ത മഹബ്ബത്തും ഹൃദയത്തിലുണ്ടായ ഒരു കാലം. ദീൻ ഈ മഹബ്ബത്താണ്. ഇതില്ലാതെ കുറെ നമ്മൾ നിസ്കാരവും നോമ്പൊക്കെ കൊണ്ട് നടക്കുമ്പോഴും മഹബ്ബത്തിന്റെ കൂടെ ഇല്ലെങ്കിൽ ഈ ഇബാദത്തിന്റെ വെളിച്ചം നമുക്ക് കിട്ടുന്നില്ല. മഹബ്ബത്ത് അത്രയും വലുതാണ്, അത്രക്ക് വലുതാണ്. ഞാൻ നിങ്ങളിലേക്ക് വരുമ്പോ നിങ്ങൾ എനിക്ക് വേണ്ടി എഴുന്നേറ്റു നിൽക്കേണ്ടതില്ല എന്ന് പുണ്യനബി പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ശരി തന്നെയാണ്. ഞാൻ വരുമ്പോൾ നിങ്ങൾ എനിക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കരുത് എന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കമാ തഫ്അലുൽ ആജിം, അനർബികൾ ചെയ്യുന്ന പോലെ നിങ്ങൾ ചെയ്യരുതേ. പക്ഷേ സ്വഹാബിമാർ ഹബീബിന്റെ വേണ്ടി എഴുന്നേറ്റ് നിൽക്കുകയാണ് ചെയ്തത്. കാരണം ആ കൽപ്പന അനുസരിക്കണമോ അദബ് പാലിക്കണമോ എന്ന് നോക്കുമ്പോൾ അദബാണ് പാലിക്കേണ്ടത്. അവിടുത്തെ അദബ് ഹബീബിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കലാണ്. അങ്ങനെയാണ് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പാടിയത്, നബിയേ ഖിയാമി ലിൽ അസീസി അലയ്യ ഫർളു, ഖിയാമി ലിൽ അസീസി അലയ്യ ഫർളു വതർകുൽ ഫർളി മാ ലാ യസ്തഖീമു. അജിബ്തു ലിമൻ ലഹു അഖ്ലുൻ വഫഹ്മു യറാ ഹാദൽ ജമാല വലാ യഖൂമു. നബിയേ ഖിയാമി ലിൽ അസീസി അലയ്യ ഫർളു, എൻ്റെ മെഹബൂബായ നബിയെ അങ്ങയെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കേണ്ടത് എൻ്റെ ബാധ്യതയാണ് നബിയേ. അത് എൻ്റെ ഹക്കാണ്, എനിക്ക് ഫർളാണ്. വതർകുൽ ഫർളി മാ ലാ യസ്തഖീമു, ഫർളായ കാര്യം ഒഴിവാക്കാൻ പാടില്ലല്ലോ നബിയേ. അതുകൊണ്ട് അങ്ങ് വരുമ്പോൾ ഞങ്ങൾ എഴുന്നേറ്റ് നിൽക്കുക തന്നെ ചെയ്യും. റസൂലേ അജിബ്തു ലിമൻ ലഹു അഖ്ലുൻ വഫഹ്മുൻ യറാ ഹാദൽ ജമാല വലാ യഖൂമു. ഞാൻ അത്ഭുതപ്പെടുകയാണ് ഈ സൗന്ദര്യം കണ്ടതിന് ശേഷം നബിയെ, അങ്ങയുടെ ചമൽക്കാരം കണ്ടതിന് ശേഷം നബിയെ, അങ്ങേക്ക് അല്ലാഹു നൽകുന്ന ഈ അലങ്കാരം സൗന്ദര്യം കണ്ടതിന് ശേഷം എങ്ങനെയാണ് ബുദ്ധിയുള്ള ഒരാൾ എഴുന്നേറ്റ് നിൽക്കാതിരിക്കുക?
പുണ്യ ഹബീബിനെ ജീവന്റെ ജീവനായി കണ്ട സ്വഹാബികളെയാണ് അള്ളാഹു ഹബീബിന് അനുയായികളായി തെരഞ്ഞെടുത്തത്. നമ്മൾ വിചാരിക്കും സ്വഹാബത്തിന്റെ കാലത്ത് നമ്മളൊക്കെ ജീവിച്ചിരുന്നെങ്കിലെന്ന്. അവരൊക്കെ ചെയ്ത ത്യാഗം നമ്മളെ കൊണ്ട് ചെയ്യാനാകുമായിരുന്നോ എന്നുകൂടെ അതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് വെക്കണം. അവരൊക്കെ ചെയ്തതുപോലെയുള്ള ത്യാഗം നമുക്ക് ചെയ്യാൻ കഴിയുമായിരുന്നോ? സൗബാൻ റളിയല്ലാഹു അൻഹു ശരീരം മെലിഞ്ഞ് വന്നപ്പോഴല്ലേ പുണ്യനബി ചോദിച്ചത്. നമ്മൾ എത്രയോ കേട്ട സംഭവമായിരിക്കാം. യാ സൗബാൻ മാ ബിക്, എന്തു പറ്റി സൗബാനെ, എന്താ നിങ്ങൾ മെലിഞ്ഞുകൊണ്ടിരിക്കുന്നത്? നമ്മൾ ചോദിക്കില്ലേ ഷുഗർ ഉണ്ടോന്ന്, എന്താ മെലിയുന്നത്? പുണ്യനബിയോട് സൗബാൻ റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, ഇത് സ്വഹീഹായ ഹദീസാണെന്ന് അറിയണം. സ്വഹാബിമാർ എങ്ങനെയാണ് ദീനിനെ മനസ്സിലാക്കിയത് എന്ന് ഈ സംഭവത്തിലൂടെ നമ്മൾ മനസ്സിലാക്കണം. നബിയേ അസുഖമല്ല, നബിയേ അസുഖമല്ല, എന്നാൽ എൻ്റെ മനസ്സിലെ ഒരു വേദന കൊണ്ട് എൻ്റെ ശരീരം മെലിയാൻ തുടങ്ങുന്നു നബിയേ, ഞാൻ ആ വേദനയിൽ ഉരുകുകയാണ്. എന്ത് പറ്റി സൗബാൻ, എന്ത് പറ്റി സൗബാൻ? യാ റസൂലല്ലാഹ്, അങ്ങയുടെ മസ്ജിദുൻ നബവിയുടെ എവിടെയെങ്കിലും ഒരു മൂലയിലിരുന്ന് അങ്ങയെ കണ്ണു നിറയെ നോക്കി നിന്ന് ഞാൻ എഴുന്നേറ്റ് പോകാറുണ്ട്. വീട്ടിലേക്ക് എത്തിയാൽ എനിക്ക് അങ്ങയെ ഓർമ്മ വരും, റസൂലിനെ കാണണമെന്ന് കൊതി വരും. ഞാൻ എൻ്റെ പിഞ്ചു മക്കളെ, പൈതങ്ങളെ അവിടെ ഇട്ടേച്ചുകൊണ്ട് അങ്ങയുടെ മസ്ജിദിലേക്ക് ഞാൻ ഇറങ്ങി വരാറുണ്ട് നബിയെ, അങ്ങയെ കാണണമെന്ന് കൊതിയാകുമ്പോ ഞാൻ ഓർക്കുകയാണ്, ദുന്യാവിൽ അതെനിക്ക് സാധ്യമാകുന്നുണ്ട്. കാണണമെന്ന് ഓർമ്മ വരുമ്പോൾ, ആഗ്രഹം വരുമ്പോൾ മദീന പള്ളിയിലേക്ക് ഓടി വന്ന് അങ്ങയെ ഒരു നോട്ടം നോക്കിപ്പോകാൻ എനിക്ക് കഴിയുന്നുണ്ടല്ലോ നബിയെ. നാളെ പരലോകത്ത് സ്വർഗത്തിലേക്ക് അങ്ങാനും സൗബാനിന് കടക്കാൻ ഭാഗ്യമുണ്ടായാൽ തന്നെ, സ്വർഗത്തിന്റെ ഉന്നതങ്ങളിലേക്ക് നബിയെ അള്ളാഹു അങ്ങ് ഉയർത്തി കൊണ്ടുപോവുകയും ചെയ്താൽ മേലെ തട്ടിലുള്ളവരെ കാണാൻ താഴെയുള്ളവർക്ക് കഴിയില്ലെന്നല്ലേ? മേലെയുള്ളവർക്ക് താഴെ വരാൻ കഴിയും, താഴെയുള്ളവർക്ക് മേലെ വരാൻ കഴിയില്ലല്ലോ. ഹബീബേ, നാളെ സ്വർഗത്തിലിരിക്കുമ്പോൾ അങ്ങേ എനിക്ക് കാണണമെന്ന് കൊതി വരുമ്പോൾ ഞാൻ എന്തു ചെയ്യും നബിയെ എന്നോർത്ത് കരയുകയാണ്. നാളെ ഞാൻ സ്വർഗത്തിന്റെ താഴെ തട്ടിലാണെങ്കിൽ മേലെ ഉന്നതങ്ങളിൽ നിൽക്കുന്ന അങ്ങയെ എനിക്ക് വന്ന് കാണാൻ കഴിയാതെ വരുമ്പോ എൻ്റെ മനസ്സിന്റെ ആഗ്രഹം ഞാൻ എന്തു ചെയ്യും നബിയെ? ആ ചിന്തയിൽ ഞാൻ മെലിഞ്ഞുണങ്ങുകയാണ് റസൂലേ എന്ന് ഹബീബിനോട് മറുപടി പറഞ്ഞ സ്വഹാബി സൗബാൻ റളിയല്ലാഹു അൻഹു. അതിന് മറുപടി ഇറങ്ങിയത് ഖുർആന്റെ ആയത്താണ്. ഈ സ്നേഹത്തിന് എങ്ങനെയാ മറുപടി പറയാ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വമൻ യുതിഇല്ലാഹ വർ-റസൂൽ ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. നബിയേ, നെഞ്ചിനകത്തങ്ങയോട് സ്നേഹമുള്ളവർ, അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്നവർ സ്വർഗത്തിന്റെ താഴെ തട്ടിലല്ല നബിയേ. അമ്പിയാക്കന്മാരെവിടെയോ അവിടെ തന്നെയാണ് അവരുള്ളത്. അതുകൊണ്ട് താഴെ മേലോട്ട് വരാൻ കഴിയുമോ എന്ന വേദന വേണ്ട. അവരമ്പിയാഇന്റെ കൂടെയാണ് നബിയേ. അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കുന്നവർ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഹബീബിനോടുള്ള ഈ മുഹബ്ബത്ത് നമ്മുടെ ഹൃദയത്തിൽ അല്ലാഹു നിറച്ചു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറയാണ്, പുണ്യനബി തങ്ങളുടെ പരിശുദ്ധമായ മുഖത്ത് നോക്കി കണ്ണ് നിറയെ നോക്കി നിൽക്കാൻ എനിക്ക് കഴിയുമായിരുന്നില്ല. ആ സൗന്ദര്യം അങ്ങനെയായിരുന്നു. കുറേ മുഖത്തേക്ക് നോക്കാൻ കഴിയില്ല, കണ്ണ് താഴ്ത്തിപ്പോകും. പുണ്യനബി തങ്ങളെ കുറിച്ച് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇജ്ലാലൻ ലിറസൂലില്ലാഹ്, ഹബീബായ നബിയോടുള്ള ബഹുമാനം കൊണ്ട് കണ്ണിങ്ങനെ സ്റ്റെയർ ചെയ്യാൻ കഴിയുമായിരുന്നില്ല, തുറിച്ചു നോക്കാൻ കഴിയുമായിരുന്നില്ല. വലൗ മിത്തു ഫലൗ മിത്തു അലാ തിൽക്കൽ ഹാൽ,
ആ മഹബ്ബത്തിന്റെ അവസ്ഥയിലാണ് ഞാൻ മരിച്ചു പോകുന്നതെങ്കിൽ മോനെ വാപ്പ സ്വർഗത്തിലേക്ക് പോകുമായിരുന്നു, എനിക്ക് നല്ല പ്രതീക്ഷയുണ്ടായിരുന്നു, അങ്ങനെയാണ് ഞാൻ മരിച്ചിരുന്നത് എങ്കിൽ. പക്ഷേ മൂന്നാമത് യുഗത്തിലേക്ക് കൂടെ വാപ്പാക്ക് കടന്നു പോകേണ്ടി വന്നു. അതാണ് വാപ്പയെ വേദനിപ്പിക്കുന്നത് എന്ന് മരണത്തിന്റെ മരണശയ്യയിൽ കടന്നുകൊണ്ട് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു മകൻ അബ്ദുല്ലാഹി ഇബ്നു അംറിനോട് റളിയല്ലാഹു അൻഹുമയോട് വിവരിച്ചു കൊണ്ടിരിക്കുന്ന ഹദീസാണിത്. ആ അസറാണ് നമ്മൾ വിവരിക്കുന്നത്. സല്ലു അലൻ നബി മുഹമ്മദിൻ വ ആലിഹി اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറയുന്നു, മോനെ, ഒരു ജാഹിലിയത്തിൽ നിന്ന് രക്ഷപ്പെട്ട് മഹബ്ബത്തിന്റെ വസന്തത്തിലേക്ക് അല്ലാഹു എനിക്ക് വഴിമാറ്റി തന്നിരുന്നു. അതും കഴിഞ്ഞു മോനെ. പിന്നെ നമുക്ക് അധികാരം നൽകപ്പെട്ടു. ഉല്ലീനാ അഷ്യാ ലാ അദ്രി മാ ഹാലി ഫീഹാ. ഉല്ലീനാ അഷ്യാ, ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ അല്ലാഹു നൽകി മോനെ. പള്ളി കമ്മിറ്റിയായി, മഹല്ല് കമ്മിറ്റിയായി, സ്ഥാപനങ്ങളുടെ നേതൃത്വങ്ങളിലേക്ക് വന്നു, പ്രസ്ഥാനങ്ങളുടെ നേതൃത്വങ്ങളിലേക്ക് വന്നു. അന്ന് ദീനിന്റെ അമീറാണ്. മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഇറാഖിലെ ഈജിപ്തിലെ ഗവർണറായിരുന്നു. അമീറുൽ മുഅ്മിനീൻ ഉമർ തങ്ങളുടെ ഗവർണറാണ് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു. അങ്ങനെ അധികാരം അല്ലാഹു കൈകളിൽ നൽകുമ്പോൾ മോനെ പേടിയാകുന്നു. സമ്പത്ത് കൈകാര്യം ചെയ്ത വിഷയമാണത്. അതിൽ അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത വിധത്തിലെങ്ങാനും ഞാൻ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ അവസ്ഥ എന്താണ് എന്നെനിക്ക് പേടിയാകുന്നു മോനെ. ഫഇദാ അന മിച്ചു ഫലാ തസ്ഹബൂനി ബിനാഇഹ. നിങ്ങളാരും എൻ്റെ കൂടെ കരയുന്ന ആളുകളെ ഒന്നും വാടകയ്ക്ക് കൊണ്ടുവരണ്ട. എൻ്റെ മരണത്തിൽ നിങ്ങളാരും സങ്കടപ്പെട്ട് കരയുകയും വേണ്ട. ഫഇദാ വളഅ്തുമൂനി ഫീ ഖബ്രി, എൻ്റെ ഖബറിലേക്ക് നിങ്ങൾ എന്നെ വെച്ചാൽ ഫൻതളിറു ഇൻദ ഖബ്രി ഖദ്റ മാ യുൻഹറു ജസൂർ. ഒരു ഒട്ടകക്കുട്ടിയെ അറുത്തതിൻ്റെ മാംസം വിതരണം ചെയ്യുന്ന സമയം 1 മണിക്കൂർ നേരം എൻ്റെ ഖബറിൻ്റെ അരികത്ത് നിങ്ങൾ നിൽക്കണമേ. ഹത്താ അസ്തഅനിസ ബിക്കും, നിങ്ങൾ അവിടെ ഖബറിൻ്റെ മുകളിൽ ഞാൻ താഴെ കിടക്കുമ്പോൾ നിങ്ങൾ എന്നെ വിട്ടുപോവാതെ അവിടെ ഇരുന്നു കൊണ്ട് നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോൾ നിങ്ങളുടെ സാന്നിധ്യം പോലും എനിക്ക് ആശ്വാസം നൽകും. വഅൻദുറു മാദാ ഉറാജിഉ ബിഹി റസൂല റബ്ബി. അല്ലാഹുവിൻ്റെ മലക്കുകൾ എന്നോട് മൻ റബ്ബുക വമൻ നബിയുക വമാ ദീനുക വമൻ ഇമാമുക വമാ ഖിബ്ലതുക എന്ന ചോദ്യങ്ങളുമായി വരുമ്പോൾ ആ ചോദ്യത്തിന് മറുപടി കൊടുക്കാൻ തെല്ലൊരു ആശ്വാസമുണ്ടാകും. നിങ്ങൾ അവിടെ തന്നെ നിൽക്കണേ 1 മണിക്കൂർ നേരം. അത് കഴിഞ്ഞിട്ടേ നിങ്ങൾ പോകാവൂ. എൻ്റെ മരണത്തിൽ നിങ്ങളാരും കരയരുത്. കാരണം ഞാൻ മരിച്ചു പോകുന്നത് അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ, പടച്ചവൻ്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ കുറ്റവാളിയായിട്ടാണോ എന്നെ അള്ളാഹു ഒരുമിച്ച് കൂട്ടുന്നത്, എനിക്ക് പുനർജന്മം നൽകുന്നത്? പേടിയാകുന്നു മോനെ. അതുകൊണ്ട് കരയുകയാണ്. അധികാരം വേണം, സ്ഥാനങ്ങൾ വേണം എന്ന് ചോദിച്ചു വാങ്ങുന്ന ആളുകൾ ഒന്നറിയണേ, ഈ സ്ഥാനമാനങ്ങൾ അൽ ഇംറതു ഹസ്റത്തുൻ വനദാമത്തുൻ യൗമൽ ഖിയാമ, നാളെ പരലോകത്തെ സങ്കടത്തിന് കാരണമാകുന്ന വിഷയമാണ് നേതൃസ്ഥാനങ്ങൾ വഹിക്കുക എന്ന് പറയുന്നത്. അബൂദർ റളിയല്ലാഹു അൻഹു നബിയേ ആമിൽനി, പുണ്യ നബിയെ അങ്ങയുടെ ഒരു അമീലായി, ഒരു പ്രവർത്തകനായി, ഒരു ഗവർണറായി, ഒരു അമീറായി നിങ്ങൾക്ക് അങ്ങേക്ക് എന്നെ നിയമിച്ചുകൂടെ എന്ന് ചോദിച്ചപ്പോ നബി തങ്ങൾ പറഞ്ഞു, അബൂദർറേ നിങ്ങൾക്കത് സാധ്യമല്ല, അബൂദർറേ നിങ്ങളതിന് പോവണ്ട.
കാരണം അത് വേണ്ട വിധം കൈകാര്യം ചെയ്യാൻ കഴിയാതെ വന്നാൽ നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ സങ്കടപ്പെട്ട് കരയേണ്ടി വരും. അധികാരം അങ്ങനെയാണ്. അത് കേൾക്കാൻ നല്ല രസമായിരിക്കും. ജയിക്കുമ്പോൾ ഭയങ്കര ആവേശമാണ്, ആരവങ്ങളാണ്, ആവേശഭരിതമാകും. പക്ഷേ അത് ഉത്തരവാദിത്വമാണ്. ആ ഭാരം എല്ലാവർക്കും ചുമക്കുക സാധ്യമല്ല. അങ്ങനെ ഒരു കാലഘട്ടം എന്നിൽ കഴിഞ്ഞുപോയി മോനെ. അതെൻ്റെ 3ാമത്തെ ജീവിതഘട്ടമാണ്. ആ ഘട്ടത്തിൽ എനിക്ക് എന്ത് സംഭവിച്ചു എന്നെനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ വലിയ വിഷമത്തിലാണ്. മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, അല്ലാഹുവിൻ്റെ മുമ്പിലേക്ക് യാത്ര പോകുന്ന ഒരു യാത്രയെക്കുറിച്ച് മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു നടത്തുന്ന ഒരു വിവരണം. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറയുന്നത് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു അസറിലേക്ക് ചേർത്ത് വെക്കാം. കഫാ ബിൽ മൗതി വാഇളാ വകഫാ ബിൽ യഖീനി ഗിനാ വകഫാ ബിൽ ഇബാദത്തി ശുഗ്ലാ. ഞങ്ങൾക്കൊരു പണിയില്ല, ബോറടിച്ചിരിക്കുകയാണ് എന്ന് പറയുന്നവർക്ക് ഇതിൽ മറുപടിയുണ്ട്. ഞങ്ങൾക്ക് കയ്യിലൊന്നും ഇല്ലല്ലോ, ഒരു സമ്പാദ്യവുമില്ലല്ലോ, പൈസ ഇല്ലല്ലോ, ദാരിദ്ര്യമാണ് എന്ന് പറയുന്നവർക്കും ഇവിടെ മറുപടിയുണ്ട്. ഏറ്റവും നല്ല ഉപദേശകൻ ആരാണ്? അതും ഇതിൽ പറയുന്നുണ്ട്. وبينما المرء أمسى ناعما جذلا في أهله معجبا بالعيش ذا أنقي غرا أتيح له من هينه عرض فما تلبث حتى مات كالصعقي ثم أضحى ضحا من غب ثالثة مقنعا غير ذي روح ولا رمق يبكي عليه وأدنوه بمظلمة تغشى جوانبها بالترب والفلق فما تزود مما كان يجمعه إلا حنوتا وما وراه من خرق وغير نفحة أعواد تشب له وقل ذلك من زاد لمنطلق. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ കവികൾ വരാറുണ്ട്. മഹാന്റെ മുമ്പുള്ള ഭരണാധികാരികളുടെ മുമ്പിലൊക്കെ കവികൾ വന്ന് കവിതകൾ പാടുമ്പോൾ സമ്മാനങ്ങൾ വാങ്ങിച്ചു പോകും. എന്നാൽ കവിതകളുടെ ഗതികൾ മാറ്റിയ മഹാനാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു എന്ന 2ാം ഉമർ എന്നറിയപ്പെടുന്ന അമവി ഭരണാധികാരിയായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു കവിയോട് പാടാൻ പറഞ്ഞു. എനിക്കൊരു സതുപദേശം താ. ആ സതുപദേശമാണ് വബൈനമൽ മർഉ അംസാ നാഇമൻ ജദിലാ ഫി അഹ്ലിഹി മുഅജബൻ ബിൽ ഐശി ദാ അനിഖീം. എത്രയോ ആണുങ്ങളും പെണ്ണുങ്ങളും ശരീരത്തിന് ഒരു കുഴപ്പവുമില്ലാതെ യൗവനത്തിന്റെ ചുറുചുറുക്കോടെ ജീവിക്കുമ്പോഴാണ് ثمة أضحى ضحا من غب ثالثة مقنعا غير ذي روح ولا رمق. ഇത്ര പെട്ടെന്നാണ് മരണമാസന്നമാകുന്നത്. നമ്മുടെ സുഹൃത്തിൻ്റെ പെങ്ങളുടെ മകൻ ഗൾഫിൽ വെച്ച് മരണപ്പെട്ട് ഇവിടെ മയ്യത്ത് കൊണ്ടുവന്നു, മറവ് ചെയ്തു എന്ന് പറഞ്ഞു. അല്ലാഹു ആ സഹോദരന് മഗ്ഫിറത്ത് ചെയ്യട്ടെ, മർഹമത്ത് ചെയ്യട്ടെ. വാപ്പാൻ്റെ മയ്യത്ത് വരികയാണ്. 40 വയസ്സെങ്ങാനുമായിട്ടുള്ളൊരു ചെറുപ്പക്കാരെ പെട്ടെന്ന് ഉറക്കത്തിൽ മരണപ്പെട്ടതാണ്. വാപ്പാൻ്റെ മയ്യത്ത് വീട്ടിലേക്ക് എത്തുമ്പോൾ +2 പഠിക്കുന്ന മകൾക്ക് ഇത് കണ്ട് താങ്ങാൻ കഴിയാതെ ആ കുട്ടി ഇപ്പോൾ ഹോസ്പിറ്റലിലാണ്. അള്ളാഹുവെ, കുട്ടിക്ക് നീ ശമനം കൊടുക്കണേ റബ്ബേ. ആ വാപ്പാക്ക് ഖബറിൽ സുഖം കൊടുക്കണേ റബ്ബേ. വേറൊരു കുട്ടിക്കും ഇതുപോലെ ഷോക്കായിരിക്കാൻ ഈ മരണം താങ്ങാൻ കഴിയാതെ. എത്ര പെട്ടെന്നാണ് മരണങ്ങൾ സംഭവിക്കുന്നത്. യാ അള്ളാഹുവേ, നീ ആ മരണപ്പെട്ട സഹോദരന് മഗ്ഫിറത്ത് ചെയ്യണേ റബ്ബേ, മർഹമത്ത് ചെയ്യണേ പടച്ചവനെ. فما تزود مما كان يجمعه إلا حنوتا وما وراه من خرق. രാജാക്കന്മാരാണെങ്കിലും മുതലാളിമാരാണെങ്കിലും വിലപിടിപ്പുള്ള വാച്ചുകളുണ്ട്, മൊബൈൽ ഫോണുകളുണ്ട്, വസ്ത്രങ്ങളുണ്ട്, ബ്രാൻഡുകൾ ധരിക്കുന്നവരാണ്. മരിച്ചു പോകുമ്പോൾ അതൊന്നും കൊണ്ടുവരും, കഴിച്ചു മാറ്റും. റോളക്സാ കയ്യുമ്പിൽ കൊണ്ട് മരിക്കുമ്പോൾ കൊടുക്കാൻ വിടുമോ? മക്കൾ പറയില്ലേ വാപ്പാൻ്റെ റോളക്സ് മയ്യത്തിനോട് വെക്കാൻ വിടൂല? മക്കൾ സമ്മതിക്കുമോ? സമ്മതിക്കൂല. വാപ്പ എത്ര ആശിച്ച് വാങ്ങിയതാ.
ഹാനൂത്ത് പുരട്ടിയിട്ട് 3 വസ്ത്രങ്ങളിലായി മയ്യത്ത് നീങ്ങുകയാണ്. ഇതല്ലേ ജീവിതം എന്ന് പറഞ്ഞ് മനോഹരമായി ചിന്തകൾ കവി പങ്കുവെച്ചപ്പോൾ ഫബക്കാ ഉമറു ഹത്താ ഖളല്ലത് ലഹിയതുഹു, താടിരോമങ്ങളിലൂടെ കണ്ണുനീരു ചുറ്റി വീണ് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി പൊട്ടിക്കരഞ്ഞു എന്നാണ്. ഇത് നമുക്ക് നമ്മെ തന്നെ തിരുത്താനുള്ള വഴികളാണ്. നമ്മെ തിരുത്താനുള്ള വഴികൾ ഇതിലപ്പുറം ഇനി വേറെയില്ല. അതുകൊണ്ടാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നത്, കഫാ ബിൽ മൗതി വാഇളാ, മരണം പോരെ ഏറ്റവും നല്ല ഉപദേശകനായിട്ട്. നാട്ടിലുള്ള മരണം നടക്കുന്നത് പത്രങ്ങളിൽ ചരമകോളങ്ങൾ വായിച്ചിരുന്ന ഉസ്താദുമാർ, നമ്മുടെ സി ഹൈദ്രോസ് മുസ്ലിയാർ നവറല്ലാഹു മർഖദ, ആ മഹാന്റെ ഖബറിടം അള്ളാഹു സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കട്ടെ. നമ്മുടെ എല്ലാ മശായിഖന്മാരുടെയും ഉസ്താദുമാരുടെയും ഒക്കെ അന്ന് ചന്ദ്രിക പേപ്പർ വായിക്കും. ദാറുൽഹുദയിലുള്ള കാലം ഉസ്താദ് ആദ്യം നോക്കുക ചരമകോളം ആരൊക്കെയാണ് മരിച്ചത്, ആദ്യം അറിയേണ്ട വാർത്ത ശരിക്കും അതാണ്. നമുക്കൊരു ഫലസ്തീനിൽ ഇത്ര മരിച്ചു, 5 ആൾ മരിച്ചിട്ടുള്ളൂ, അന്നൊരു മരണമല്ലല്ലോ, എണ്ണ നോക്കുക, ഒരു 150 എന്നൊക്കെ പറഞ്ഞാൽ ഓക്കെ. അല്ലെങ്കിൽ നമുക്കൊരു ഇംപ്രഷൻ കിട്ടണില്ല, പത്രക്കാർക്ക് തന്നെ എഴുതാൻ മടിയാണ് 5 ആൾ മരിച്ചു എന്നൊക്കെ പറയുമ്പോൾ. അള്ളാഹു ഫലസ്തീനിലെ ഗസയിലെ നമ്മുടെ സഹോദരങ്ങൾക്ക് അള്ളാഹു സമാധാനം നൽകട്ടെ, അഭയം നൽകണേ റബ്ബേ, ഇസ്സത്ത് നൽകണേ റബ്ബേ, വിജയം നൽകണേ പടച്ചവനെ. അർഹമുർ റഹീമേ, നീ അവരെ നിന്റെ കാവലിലാക്കണമേ തമ്പുരാനെ. മരണം ഏറ്റവും നല്ല ഉപദേശകനാണ്. കഫാ ബിൽ മൗതി വാഇളാ വകഫാ ബിൽ യഖീനി ഗിനാ. നിങ്ങൾക്ക് അല്ലാഹുവിനെ കുറിച്ച് മനസ്സിൽ ഉറപ്പുണ്ടോ? ഏറ്റവും വലിയ സമ്പാദ്യം അതുതന്നെയാണ്. അല്ലാഹുവിനെ സംബന്ധിച്ച് മനസ്സിൽ ഉറപ്പുണ്ടോ? ഖുർആൻ ഓതണം, പഠിക്കണം, ഹിഫ്ദ് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, ഇൽമിന്റെ യാത്രയിലാണ്, ഇൽമിന്റെ സേവനത്തിലാണ്, നമ്മുടെ സംഘടനാ പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാണ്, സഹചാരിയുടെയും മറ്റും പ്രവർത്തകരാണ്, വിഖായ വോളണ്ടിയറാണ്. പക്ഷേ യഖീൻ, എൻ്റെ റബ്ബിൻ്റെ മുമ്പിൽ ചെന്ന് അല്ലാഹു എനിക്കിതിന് കൂലി തരും, അത് യഖീനാണ്. കുല്ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ, അല്ലാഹു വിധിച്ചത് മാത്രമേ എനിക്ക് സംഭവിക്കുള്ളൂ, വേറെ ഒരാൾ വിചാരിച്ചിട്ടും കാര്യമില്ല, എൻ്റെ റബ്ബിൻ്റെ തീരുമാനമായി എനിക്ക് നടക്കുകയുള്ളൂ. ഈ യഖീൻ നിങ്ങളുടെ കയ്യിലുണ്ടോ? നിങ്ങൾ മുതലാളിയാണ്. കയ്യിലെ കാശിൻ്റെ എണ്ണമല്ല നോക്കേണ്ടത്, നിങ്ങളുടെ അക്കൗണ്ടിൽ കിടക്കുന്ന ഡിജിറ്റുകളുടെ എണ്ണമല്ല അവിടെ പ്രശ്നം. നിങ്ങളുടെ ഖൽബിൽ യഖീനുണ്ടോ? അല്ലാഹു നമുക്ക് യഖീൻ നൽകട്ടെ. എന്താ യഖീൻ എന്നൊക്കെ പറഞ്ഞാൽ അവിടെ പിന്നെ അനങ്ങാൻ പാടില്ല. പിന്നെ ആര് എന്ത് യുക്തിവാദിൻ്റെ പ്രസംഗം കേട്ടാൽ അനങ്ങാൻ പാടില്ല, ഇളക്കം തട്ടാൻ പാടില്ല. യഖീൻ അതാണ്. എൻ്റെ റബ്ബും എൻ്റെ ഹബീബുമാണ് ഹഖ്, അതല്ലാത്തത് മുഴുവൻ ബാത്തിലാണ് എന്ന് മനസ്സിലാക്കുന്ന ഒരു യഖീൻ, അതുള്ളവർ മുതലാളിയാണ്. വകഫാ ബിൽ ഇബാദത്തി ശുഗ്ലാ, ഒരു പണിയില്ല, എനിക്ക് ബോറടിക്കുന്നു, എന്താ ചെയ്യാ എന്ന് പറയുന്നവർക്ക് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, വകഫാ ബിൽ ഇബാദത്തി ശുഗ്ലാ, ഏറ്റവും നല്ല ജോലിയല്ലയോ ഇബാദത്ത് ചെയ്യുന്നത്? എത്ര നല്ല ജോലിയാണ്! ഇബാദത്തിനോളം മനോഹരമായ തൊഴിലുണ്ടോ? ഇബാദത്ത്, അതിൽ വ്യാപൃതരാകുന്നത്, അതൊരു ബിസിനസ്. നമ്മൾ ബിസിയാവലാണ്, ഇബാദത്തിൽ ബിസിയാകുന്നത്. ഖുർആൻ പാരായണമാകട്ടെ, നിസ്കാരം അദ്കാറുകളാവട്ടെ, നാവിന് സൂക്ഷിക്കുന്നതാവട്ടെ, ശരീരം സൂക്ഷിക്കുന്നത്. ഹസനുൽ ബസ്രി തങ്ങൾ പറയുമായിരുന്നു, ഹസനുൽ ബസ്രി തങ്ങൾ അമീറുൽ മുഅ്മിനീന ഫിൽ ഹദീസ്, ഹദീസിലെ അമീറുൽ മുഅ്മിനീൻ എന്നറിയപ്പെടുന്ന മഹാൻ, മാ റഅയ്തു യഖീനൻ അശ്ബഹ ബിശ്ശക്കി മിൻ യഖീനിൻ നാസി ബിൽ മൗതി അലാ ഗഫലതിഹിം അൻഹു. മഹാൻ പറയുന്ന ഇത് മനോഹരമായൊരു ചിന്തയാണ്. നല്ല ഉറപ്പുള്ളൊരു കാര്യം, പക്ഷെ അത് കണ്ടാൽ തോന്നുന്നു സംശയമുള്ള കാര്യമാണെന്ന്. അങ്ങനത്തെ ഒരു വിഷയം മരണത്തെ ജനങ്ങൾ കാണുന്ന രീതിയാണ്. ആരൊക്കെയോ മരിച്ചു മയ്യത്തുണ്ടോ അങ്ങനെ കഥ പറഞ്ഞു പോവാ. നാളെ ഈ കടത്ത് ഞാനും കടക്കുമെന്ന് ഒരാൾക്കും ബോധിക്കുന്നില്ലല്ലോ. ഉറപ്പുള്ള സംഗതിയാണ് മരണം. അതുകൊണ്ടാ ഖുർആൻ വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ, യഖീനായ മരണം വരുന്നവരെ നിസ്കരിക്കണം എന്ന, ഉറപ്പ് വരുന്നവരെ എന്നല്ല ആ യഖീൻ അവിടെ അർത്ഥം. അൽ യഖീനു അൽ മൗത്ത്, മരണം. മരണത്തോളം വരുന്ന ഉറപ്പുള്ളൊരു സംഗതി വേറെ. ട്രെയിൻ ചിലപ്പോൾ വരാതിരിക്കാം, ബസ് ചിലപ്പോൾ പഞ്ചറായി പോയേക്കാം, ഫ്ലൈറ്റ് ക്യാൻസൽ ആയേക്കാം, വരുമെന്ന് പറഞ്ഞ ആൾക്ക് വരാൻ പറ്റാതിരുന്നേക്കാം. പക്ഷെ മരണം ഇവർ വരുമെന്ന് പറഞ്ഞാൽ വന്നിരിക്കും.
അത് യഖീനാണ്. അതുകൊണ്ട് മരണത്തിൻ്റെ മറ്റൊരു പേര് യഖീൻ എന്നാണ്, ഉറപ്പുള്ള സംഗതി. ഇങ്ങനെ ഉറപ്പുള്ള സംഗതിയായിട്ട് ജനങ്ങളുടെ കളി കാണുമ്പോൾ അത് വരുന്ന സംശയമുള്ള സംഗതിയാണോ എന്നെനിക്ക് തോന്നിപ്പോവുകയാണെന്ന് ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു വലാ റഅയ്തു സിദ്ഖൻ അശ്ബഹ ബിൽ കദിബി മിൻ ഹുബ്ബിൻ നാസിൽ ജന്ന മഅ തർകിഹിം ലിഅമലിഹാ. സത്യമാണ് പറയുന്നത് എന്ന് തോന്നും, സത്യമാണ്, എന്നാൽ അത് കളവാണ് എന്ന് തോന്നും. എങ്ങനെ? ജനങ്ങളൊക്കെ പറയും സ്വർഗത്തിൽ പോണം, ആമീൻ, സ്വർഗത്തിലെത്തിക്കണേ, ആമീൻ. ഇതൊക്കെ പറയുമ്പോഴും സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കാൻ, അധ്വാനിക്കാൻ ആളുകൾ മുന്നോട്ട് വരുന്നില്ലല്ലോ. 2 റക്അത്ത് ജൗഫുൽ ലൈലിൽ, പാതിരാത്രിയിൽ 2 റക്അത്ത് നിസ്കരിക്കാൻ അതൊന്നും കഴിയൂല ഉസ്താദ്, അങ്ങനെയൊന്നും പറയില്ല. ഞങ്ങളിങ്ങനെ ഇരുന്നേരം വേണമെങ്കിൽ വേറെ എന്തെങ്കിലും 10 രൂപയ്ക്ക് വേണമെങ്കിൽ തരാം, അധ്വാനിക്കാനൊന്നും അത്രയൊന്നും ഞങ്ങളെ കൊണ്ടാവില്ല. അന്ന് രാത്രി ലോകകപ്പിൻ്റെ ഫൈനലാന്ന് പറഞ്ഞു നോക്കണ്ടേ, എത്ര കുട്ടികളുണ്ടാവും ഈ ഗ്രൗണ്ടിൽ? അപ്പോൾ ഉറക്കൊഴിക്കാൻ നമുക്ക് പ്രയാസം തോന്നുന്നില്ല. അത് രസമാണ്, ഹരമാണ്, ഭയങ്കര മാമാങ്കമാണ് അല്ലേ? അള്ളാഹുവിന് വേണ്ടി ഒരു ദിവസമെങ്കിലും അതിന് പകരം ഉറക്കൊഴിക്കാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞില്ലെങ്കിൽ നമ്മളെങ്ങനെ അള്ളാഹുവിനോട് പറയാ? എന്താ പറയാ? പടച്ചോനെ, അധ്വാനിക്കുന്നില്ല, പക്ഷേ സ്വർഗത്തോട് ഇഷ്ടമാണെന്ന് പറയേണ്ടത് പറഞ്ഞു കേൾക്കുമ്പോൾ തോന്നും നുണയാ പറയണത്. സത്യമാണ്, പക്ഷെ നുണയാണെന്ന് തോന്നും. സ്വർഗം ജനങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നു, പക്ഷെ അധ്വാനിക്കുന്നില്ലല്ലോ. മരണം ഉറപ്പാണ്, പക്ഷെ കണ്ടാ തോന്നുന്നത് സംശയമുള്ള കാര്യമാണെന്ന്. കാരണം മരണത്തെ ജനങ്ങൾ അങ്ങനെയാ കാണുന്നത്, അശ്രദ്ധമായിട്ടാണ് നടക്കുന്നത്. നമ്മുടെ ഏറ്റവും നല്ല ഉപദേശകനാണ്, നമ്മുടെ മുമ്പിൽ വന്ന ഏറ്റവും നല്ല ഉപദേശകനാണ്. അള്ളാഹുവിൻ്റെ ദൂതുമായി, സന്ദേശവുമായി നമ്മുടെ മഹല്ലിലൂടെ, പഞ്ചായത്തിലൂടെ, നമ്മുടെ അയൽപക്കങ്ങളിലൂടെ, നമ്മുടെ വീട്ടിലൂടെ കയറിയിറങ്ങുന്ന ഉപദേശകനാണ് മരണം എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തിന്മകളിലേക്ക് നമ്മുടെ മനസ്സുകൾ ഇങ്ങനെ ചിതറിപ്പോകുമ്പോൾ ആ ചിന്തകളെ അള്ളാഹുവിലേക്ക് അടുപ്പിച്ചു കൂട്ടാൻ നമ്മുടെ മുമ്പിൽ അള്ളാഹു തരുന്ന ചില വഅദുകളുണ്ട്. അതിൽപ്പെട്ട സാരോപദേശങ്ങളിൽ ഒന്ന് മരണമാണ്. മരണത്തെക്കുറിച്ചുള്ള ചിന്തകളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മരണത്തെക്കുറിച്ചുള്ള ചിന്ത നമ്മുടെ ഖൽബിൽ അള്ളാഹു നിറച്ചു തരട്ടെ. ഏതു നേരവും മുതഅല്ലിമീങ്ങൾ ചിന്തിക്കരുത്, അവർക്ക് കറാഹത്താണെന്നാണ്. എന്നാൽ പഠനം കഴിഞ്ഞാൽ പിന്നെ മരണത്തെക്കുറിച്ച് ഓർക്കണം. ഞാൻ ഇന്ന് മരിക്കുമോ, ഇപ്പം മരിക്കുമോ എന്ന് ഓർക്കുന്നത് കൂലിയുള്ള കാര്യമാണ്. അതൈതുൽ ഖുബൂറ ഫനാദൈതുഹാ, പള്ളിക്കാട്ടിൽ ചെന്നുകൊണ്ട് ഞാൻ വിളിച്ചു ചോദിച്ചു, ഫഅയ്നൽ മുഅല്ലമു വൽ മുഹഖർ, എവിടെയാണ് പ്രമാണിമാർ, എവിടെയാണ് സാധാരണക്കാർ? എല്ലാവരുടെയും മീസാങ്കല്ല് ഒരുപോലെ കിടക്കുകയാണ്. ഫഅയ്നൽ മുഅല്ലമു വൽ മുഹതഖർ വഅയ്നൽ മുദല്ലു ബിസുൽത്താനിഹി വഅയ്നൽ അദീമു ഇദാ മഫ്തഖർ. രാജാധികാരമുള്ളവരുടെ, പ്രസിഡന്റ് എവിടെ, സെക്രട്ടറിയുടെ, ഖജാൻജി എവിടെ, ഓഫീസർമാരെവിടെ, നേതാക്കന്മാരെവിടെ? പള്ളിക്കാട്ടിലേക്ക് ചൊല്ലുമ്പോൾ മൗനിയാണ്. എല്ലാവരുടെയും മീസാൻ കല്ലുകൾ ഒരുപോലെ കിടക്കുന്നു. തഫാനൗ ജമീഅൻ ഫലാ മുഖ്ബിറുൻ വമാതു ജമീഅൻ വമാതൽ ഖബർ. എല്ലാവരും മരിച്ചുപോയി, ആ മരണത്തോടുകൂടെ അവരുടെ വാർത്തകളും മരിച്ചുപോയി. ഇതല്ലേ പള്ളിക്കാടിന്റെ അനുഭവം. നബി തങ്ങൾ പറയുമായിരുന്നു, കുൻതു നഹൈതുകും അൻ സിയാറത്തിൽ ഖുബൂരി അലാ ഫസൂറുഹാ ഫഇന്നഹാ തുദക്കിറുകുമുൽ ആഖിറ. ഖബറിന്റെ സിയാറത്ത് നിങ്ങൾ ചെയ്യണമേ, അത് വേണ്ടാന്ന് ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു. തങ്ങൾ പറയാ, എന്നാൽ ഇനി മുതൽ നിങ്ങളത് ചെയ്യണം. പൊതുശ്മശാനങ്ങൾ സ്ത്രീകൾക്ക് അനുവദിക്കപ്പെട്ടതല്ല, എന്നാൽ പുരുഷന്മാർ നിങ്ങൾ ഖബറുകൾ പോയി സന്ദർശിക്കണമേ. ഫഇന്നഹാ തുദക്കിറുകുമുൽ ആഖിറ, നാളത്തെ ലോകം, പരലോകം നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ അത് നല്ലതാണ്. അല്ലാഹു നമ്മുടെ ഖൽബുകളിലേക്ക് നാളത്തെ ചിന്തകൾ അല്ലാഹു നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.